നമുക്കൊപ്പം നമ്മുടെയൊക്കെ കണ്ണീരായും നോവായും വേദനയായും മാറിയ ഷാർജയിൽ കൊല ചെയ്യപ്പെട്ട അതല്ലെങ്കിൽ സ്വയം ജീവനൊടുക്കിയ വിഭജികയുടെ അമ്മ ശൈലജ ചേരുന്നുണ്ട്. എനിക്കറിയാം അമ്മ വളരെ സങ്കടകരമായൊരു നിമിഷത്തിലൂടെയാണ് അമ്മയും കുടുംബാംഗങ്ങളും കടന്നു പോകുന്നത്. പക്ഷേ അമ്മയ്ക്ക് ചില കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ സർക്കാരിനെ അറിയിക്കാനുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ അമ്മയെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചത്. അമ്മ, ഇപ്പോൾ പോലീസിൻ്റെ അന്വേഷണത്തിൽ നിങ്ങളുടെ പരാതിയെ തുടർന്ന് ഈ വിഭജികയുടെ ഭർത്താവിനെയും ഭർത്താവിൻ്റെ കുടുംബത്തിനെതിരെയും കേസ് എടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് മതിയാകുമോ അമ്മ? ഒരിക്കലുമില്ല, ഒരിക്കലും മതിയാവത്തില്ല. എൻ്റെ കുഞ്ഞിനെ ഈ സ്ഥിതിയിലാക്കി ഈ അച്ഛനെയും മോളെയും മോനെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്ന മാത്രമല്ല നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കണം. ഇവരെ 3 പേരെയും കൊണ്ടുവരികയും വേണം, നല്ല അന്വേഷണങ്ങളും വേണം സാറേ. ശൈലജമ്മ, ഈ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ വീട്ടുകാരെ കുറിച്ചൊക്കെ അന്വേഷിച്ചിരുന്നില്ലേ? അപ്പോൾ അങ്ങനെ ഒന്നും നമുക്ക് സൂചനയുണ്ടായിരുന്നില്ലല്ലേ? ഇല്ല, ഒരു പൊടിയില്ല. അവർ ഗൾഫിലൊക്കെ കഴിഞ്ഞവരായിരുന്നു. അപ്പോൾ പിന്നെ അവർ റെയിൽവേയുടെ ആ പുറംപോക്കിലും കണ്ടായിരുന്നെന്ന് പറയുന്നത് ആദ്യം താമസിച്ചിരുന്നത്. അടുത്ത കാലത്താണെന്ന് ഇവർ ഈ വീട് വെച്ച് ഇങ്ങോട്ട് മാറിയേ. അപ്പോൾ അവരെപ്പറ്റി അത്ര ആർക്കും അങ്ങനെ അറിയത്തില്ല. പിന്നെ നമ്മൾ എന്ന് അന്വേഷിച്ചപ്പോൾ അവിടെ ആരോട് അന്വേഷിക്കാനായി? അന്നേരം അവരെല്ലാം പറഞ്ഞ് അവർ പുതിയ താമസക്കാരാ, അവൻ്റെ എൻജിനീയറിങ് പഠനത്തിന് മുമ്പോട്ടാണെന്ന് തോന്നുന്നു ഇവിടെ സെറ്റിലായെന്ന് പറഞ്ഞ്. അത്രയുള്ള കാര്യങ്ങൾ. കൊറോണയുടെ സമയത്തായിരുന്നു കല്യാണം. നമുക്ക് കഴിയാവുന്ന വിധത്തിലൊക്കെ കല്യാണം കഴിപ്പിച്ച് അയച്ചു. അവരെന്തെങ്കിലും ആവശ്യപ്പെട്ടിരുന്നോ? പൊന്നോ പണമോ അങ്ങനെ ആവശ്യപ്പെട്ടിട്ടാണോ നമ്മൾ കൊടുത്തത്? അതല്ല നമ്മളുടെ കയ്യിലുള്ളത് നമ്മൾ കൊടുക്കുകയായിരുന്നു ചെയ്തത്? അവരാവശ്യപ്പെട്ടത് ഇത്രയും തരണമെന്നല്ല ആവശ്യപ്പെട്ടത്. എൻ്റെ മോക്ക് ഞാൻ 115 പവൻ്റെ സ്വർണവും എത്രയോ 10-35 ലക്ഷം രൂപയുടെ കാറും ബാക്കി സ്വത്തും കൊടുത്ത് പിന്നെ 2 വലിയ ഹോട്ടൽ ബുക്ക് ചെയ്താണ് ഞാൻ കല്യാണം നടത്തിയത് എന്ന് ഞങ്ങളോട് പറയുമ്പോൾ അതിൻ്റെ പൊരുൾ എന്താണെന്ന് സാറിന് അറിയാൻ കഴിയുമല്ലോ. അപ്പം ഞങ്ങളെ കൈ കൊടുക്കാൻ ഞങ്ങൾക്ക് 50 പവൻ്റെ സ്വർണ്ണമായിരുന്നു ഞങ്ങൾ കൊടുത്ത്. 50 പവൻ്റെ സ്വർണവും കൊടുത്ത് പിന്നെ അവൻ്റെ പെങ്ങൾക്ക് 2 പവൻ കൊടുത്ത് അവൻ്റെ കഴുത്തേലല്ലാതിട്ട് എല്ലാം കൊടുത്ത് ഞങ്ങൾ കല്യാണം കഴിച്ചത്. അതേ ഉള്ളൂ. ഞങ്ങൾക്ക് കള്ളം പറയേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കിടക്കടവില്ല. അമ്മ, ഈ കല്യാണം കഴിഞ്ഞ് ആദ്യ ദിവസങ്ങളിലൊക്കെ വളരെ സന്തോഷമായിരുന്നു. പിന്നീടാണോ ഈ മകൾ എപ്പോഴെങ്കിലും ഈ ബുദ്ധിമുട്ട് പറഞ്ഞു തുടങ്ങുന്നത്? എപ്പോഴാണ്? കല്യാണത്തിന് മുമ്പ് ഏതാണ്ട് 10-15 വർഷം അവൻ്റെ സഹോദരിയുടെ കൂടെ ദുബായിലായിരുന്നു. അപ്പോൾ പിന്നെ അന്നൊന്നും അവൻ്റെ 5 പൈസ സമ്പാദ്യമില്ല. അവൻ കടം മേടിച്ചാണ് കല്യാണം നടത്തിയത് എന്നൊക്കെ പറയുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞൊരു 2 വർഷത്തോളമൊക്കെ കുഴപ്പമില്ല. പിന്നെ ഇത് പിന്നെ കുടുംബമല്ലേ, ചില ചർച്ചകളുണ്ട്, അതങ്ങ് തട്ടിക്കഴിച്ച് പോവും. പക്ഷേ സാറേ, ഇത്രയും പ്രശ്നങ്ങളുണ്ടെന്ന് ഞങ്ങൾക്ക് ഒരു വാക്ക് എൻ്റെ കുഞ്ഞ് പറഞ്ഞിരുന്നെങ്കിൽ ഇത് സംഭവിക്കത്തില്ലായിരുന്നു. ഇവൾ ഇത്രയും പീഡനങ്ങൾ സഹിച്ചെന്നറിഞ്ഞത് അവൾ വിവാഹ സമയത്തും പറഞ്ഞ എനിക്ക് സൗന്ദര്യമല്ല പ്രശ്നം, എന്നെ സ്നേഹിക്കുന്ന ഒരുത്തനെ എനിക്ക് വേണ്ടുന്നത്. അവളെ സുഹൃത്തുക്കളൊക്കെ അവളെ വിളിച്ച് ആക്ഷേപിച്ചെന്നറിഞ്ഞ് നീ എന്ത് കണ്ടാടി ഇവനെ വിവാഹം കഴിച്ചെന്നേരം പറഞ്ഞിട്ട് നിറവല്ല ഞാൻ നോക്കിയത്, എന്നെ സ്നേഹിക്കുമല്ലോ എന്ന് കരുതിയാ എനിക്ക് പറ്റിയ അബദ്ധമാണെന്ന് ഒരു സൂചനയും അമ്മയ്ക്കും തന്നില്ലല്ലേ? കാരണം ഈ കുഞ്ഞിനെ പിന്നീട് ചോറ് ഇരുത്തുന്ന സമയത്തും ഈ ഭർത്താവ് നിതീഷ് വന്നില്ലെന്നാ തോന്നുന്നത് അല്ലേ? വന്നില്ല. അന്നേരം അവൻ ലീവ് എടുത്ത് അവൻ്റെ പെങ്ങളെ വീട്ടിലുണ്ടായിരുന്നു എന്ന് മേട് പറയുന്നു. അവൻ ലീവ് എടുത്ത് പെങ്ങളെ വീട്ടിലുണ്ടായിരുന്നു, ഓഫീസിലെങ്ങാണ് ആരെങ്കിലും ചോദിച്ചാൽ നാണക്കേടല്ലയോ എന്ന് പറഞ്ഞ്. പക്ഷെ ഇതിനെല്ലാം കാരണം ഈ പെങ്ങളെന്ന് പറയുന്ന സ്ത്രീയും അച്ഛനുമാണ്. ഓക്കെ, ഇവര് ഈ പെങ്ങളെക്കുറിച്ച് മോശമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായി ചെയ്തു എന്നുള്ള വിവരം വിഭജിക പറഞ്ഞിരുന്നോ എപ്പോഴെങ്കിലും? നാത്തൂനെ കൊണ്ട് ബുദ്ധിമുട്ടാണ് എന്ന്? നാത്തൂനെ കൊണ്ട് അന്നേ ബുദ്ധിമുട്ടാണ്. കല്യാണം കഴിച്ച് കൊണ്ട് ചെന്ന രാത്രി ഒരു 1:30-2 മണിയായെന്ന് അവർ കയറി കിടക്കാനാണ്. എന്നിട്ട് 4 മണിക്ക് എണീപ്പിച്ച് മിറ്റം അടിപ്പിച്ച് പെരയ്ക്കകം മൊത്തം തൂപ്പിച്ച് എന്നിട്ട് അതിനെ കൊണ്ട് അവിടെ എല്ലാം തുടപ്പിച്ച് പിന്നെ രാവിലെ കാപ്പി ഉണ്ടാക്കിച്ച് എല്ലാം ആ ഒരു കൊച്ചിനെ കൊണ്ട് മാത്രം ചെയ്തിച്ചിട്ട് അവൾ പറഞ്ഞെന്ന് ട്രയൽ കൊടുത്തയാണെന്ന്. കല്യാണം പിറ്റേന്ന്
കരഞ്ഞുകൊണ്ട് ചെന്ന് കട്ടിലേൽ ഇരുന്നപ്പം അന്നേരം അവൻ പറഞ്ഞത് അമ്മ ഇല്ലാത്തത് കൊണ്ടല്ലേ എന്ന് പറഞ്ഞ്. എന്നിട്ട് അവളൊരിക്കൽ ചോദിച്ചവൻ പറഞ്ഞെന്ന് ട്രയൽ കൊടുത്തയാണെന്ന്. അത്ര ദുഷ്ട സ്ത്രീ അവള്. അവൾക്ക് പറഞ്ഞില്ലേ സാറേ, കല്യാണത്തിനൊക്കെ നിന്നു എന്നല്ലാതെ എൻ്റെ മോളെ അവൾക്ക് തീരെ ഇഷ്ടമാവുന്നില്ല. ഒരു നിമിഷം പോലും എൻ്റെ മോളെ കൂടെ അവൾ ഭർത്താവ് സ്പെൻഡ് ചെയ്യാൻ അവൾ സമ്മതിക്കത്തില്ല. 24 മണിക്കൂറും അവനെ വിളിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ പറയുന്ന ഗർഭിണിയായിരുന്ന സമയത്ത് അവളെ ഇട്ടിട്ട് അവൻ്റെ ചിറ്റപ്പൻ്റെ മോളെ ബേബി ഷവറിങ്ങിന് പിന്നെ മസ്കറ്റിൽ പോയിരിക്കുന്നെന്ന് 7 മാസം ഗർഭിണിയായപ്പോൾ.